പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കനില്ലേ അത് ഉണ്ടാക്കി നോക്കാം. ഇതിനു വേണ്ടി തേങ്ങ ആദ്യം തന്നെ ചുട്ടെടുക്കാം. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി. ഇതൊക്കെ ചതച്ചതാണ് വേണ്ടത്. നല്ലതുപോലെ ചതച്ചെടുക്കുക. അതിന് ശേഷം പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റി അതിൻ്റെ ടേസ്റ്റ് മാറിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു 10-15 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. അത് നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാല, പിന്നെ ചില്ലി ഫ്ലേക്സ്. വേറെ അങ്ങനെ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. എരിവിനാവശ്യമുള്ളത് ഇതിൽ ചേർക്കുക. പച്ചമുളക് 8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, എരിവ് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം കറിവേപ്പില ചേർക്കുക. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ചിക്കനും കൂടെയുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ചുട്ടെടുത്ത തേങ്ങയില്ലേ അത് ചതച്ചെടുത്ത അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം മൂടി വെക്കുക. അതിന് ശേഷം ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. അഥവാ അടിക്ക് പിടിക്കുകയാണെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ. ഈ വെള്ളം ഇതിൽ നിന്ന് തന്നെ വന്നതാണ് കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ തേങ്ങയുടെ അതിലും ചിക്കൻ്റെ വെള്ളത്തിലാണ് ഇത് വെന്തത്. നമ്മളെ സ്പെഷ്യൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് അല്പം കറി ലീവ്സ് ചേർത്തതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ അതേ മെത്തേഡ് ഫോളോ ചെയ്തിട്ടില്ല. ഉണ്ടാക്കി നോക്കുക, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്.